കുരുമുളക് ഒക്കെ ചേർത്ത്, അതായത് കുരുമുളക് പൊടി മാത്രം ചേർക്കുന്നത് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന കോഴിമുട്ട വറുത്തത് നല്ല രസമാണ്. നമ്മൾ ഉപ്പേരി പോലെ തന്നെ ആക്കിയത്. പിന്നെ ഇപ്പോൾ ഈ ഇടിച്ചക്ക സാമ്പാറിൽ അതുപോലെ പുഴുക്കിൽ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ. പക്ഷേ ഇത് നമ്മൾ നല്ല മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കൂണൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇടിച്ചക്ക മസാലക്കറി ഒക്കെ നല്ല രസമാണ്. പിന്നെ ഊണിന് വേണ്ടിയിട്ടൊക്കെ അത് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇടിച്ചക്ക ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ ഇതാ ഉള്ളി, കിഴങ്ങ്, തക്കാളി അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇപ്പോൾ ഏതായാലും ഈ ഒരു കഷ്ണമാണ്, അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാം. അതാ വിളഞ്ഞി നല്ലോണം ഉണ്ടതിന് ഉണ്ടോ, ഇതൊക്കെ പാകത്തിന് തന്നെയാണ്, പാകത്തിനുള്ള മൂപ്പ് തന്നെയാണ്. ഇടിച്ചക്കേൻ്റെ ആ ഒരു ഇതിലാണ് രസം. ഇനിയിപ്പോൾ ഒന്നിങ്ങോട്ട് അതിൻ്റെ ചക്കേൻ്റെ ആ ചുളയൊക്കെ മൂത്ത് വരുമ്പോഴാണ് പിന്നെ അത് ഉപ്പേരിക്കുള്ള ആ ഒരു രൂപത്തിലായി. അപ്പം ഇനി ഏതായാലും അമ്മ ഒക്കെ ഞാൻ മുറിച്ചു കൊടുത്തു. ഇനി ഇത് മടലൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും കാര്യമായിട്ട് ഇടിച്ചക്ക തന്നെയാണ് ഇതിൽ മസാലക്കറി. സാമ്പാറിനും പറ്റിയ തന്നെയാണ് ഇടിച്ചക്ക, പക്ഷെ ഇന്ന് സാമ്പാറായിട്ടല്ല വയ്ക്കുന്നത്. നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടല്ല, ഒരു മസാലക്കറി രൂപത്തിൽ തന്നെ. അപ്പോൾ അത് ഒക്കെ ഇവിടെ ഉണ്ട്, മുറിച്ചിട്ടതൊക്കെ. ഇനിയിപ്പോൾ അത് ഞാനേതായാലും നുറുക്കട്ടെ. പിന്നെ സാമ്പാറിന് നമ്മളൊരു ചെറിയ കഷ്ണം ആക്കിയിട്ട് തന്നെ, നമ്മൾ വെള്ളരിക്ക കുമ്പളങ്ങയൊക്കെ കറിയിൽ ചേർക്കുമ്പോൾ നുറുക്കുന്ന ആ ഒരു രൂപത്തിൽ, ആ ഒരു വലുപ്പം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഒക്കെ കിഴങ്ങൊക്കെ തോലൊക്കെ ചെത്തി കഴുകി വെച്ചാണ്. അപ്പോൾ ചക്കേൻ്റെതും ഒക്കെ കഴുകി വെച്ചു, ഇടിച്ചക്ക നുറുക്കിയത്. ഇനിയിപ്പോൾ ഇത് രണ്ട് നുറുക്കിയാൽ ചേർക്കാനേ ഉള്ളൂ. ഉള്ളി 2-3 എടുക്കുന്നുണ്ട്. പിന്നെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് 2 നേരത്തിന് ഇത് പാകമാണ്, അതിനുള്ള കറി ഉണ്ടാവും. പിന്നെ അരച്ചതൊക്കെ ചേരുമ്പോൾ അത്യാവശ്യം കറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ കഷ്ണങ്ങൾ ഒക്കെ ഇവിടെ ആയി. ഇനിയിപ്പോൾ നമുക്കിത് അത് വറുത്തരയ്ക്കാനുള്ളേക്കുള്ള ചേരുവകളാണ്. തേങ്ങ ചിരവിയതും അതുപോലെ നമ്മളെ ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വറക്കാം. നമുക്ക് ആദ്യം അത് ചെയ്തിരിക്കാം. കഷ്ണം നുറുക്കൽ കഴിഞ്ഞല്ലോ, വറക്കാൻ പിന്നെ അമ്മ വരുന്നുണ്ട്. അതാ തേങ്ങ ചിരവിയതും ചെറിയ ഉള്ളി, കറിവേപ്പിലയും. ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും കൂടിയാണ് ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് അതിൻ്റെ ആ ഒരു മസാല പൊടി അത് വേണം. വറുത്തരച്ചാൽ നല്ല രസമാണ് ഈ മസാലക്കറി. നമ്മൾ കടച്ചക്ക, ഇടിച്ചക്കൊക്കെ അങ്ങനെ മസാലക്കറി വെച്ചാൽ നല്ല രസമാണ്. ചേനപ്പൂവ്, പിന്നെ കൂൺ, അതൊക്കെ രസമാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ തന്നെ ഈ കഷ്ണങ്ങളൊക്കെ അതവിടെ വറുത്തവിടെ വെച്ചു, പിന്നെ അരച്ച് വയ്ക്കുക വേണ്ടത്. കഷ്ണങ്ങൾ ഇനി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം.
പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം, ഇത് കറക്റ്റായിട്ടുള്ള വെള്ളം എന്നുവെച്ചാൽ പൊടികളൊക്കെ ഇട്ടല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതൊരു 3 വിസിൽ കഴിഞ്ഞ ശേഷം ഉണ്ട്. അപ്പോൾ നമ്മൾ പാർന്ന വെള്ളമൊക്കെ പാകത്തിനാണ്, ഒക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു തീയിൽ കത്തിച്ച ശേഷം, അടുപ്പ് കത്തിച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് നമ്മൾ അരച്ചൊക്കെ വെച്ചു, അത് അരച്ചത് ചേർക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, നല്ല പാകത്തിനാണ്. ഇനി കറിവേപ്പില അത് ചേർക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് കോഴിമുട്ട വറക്കാനാണ്. പിന്നെ എപ്പോഴൊന്നും വറക്കില്ല, ഒരു 11 മണി കഴിഞ്ഞിട്ട്, 12 മണിക്കല്ലേ ഊണ് കഴിക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ചൂടോടുകൂടി തന്നെ. അപ്പോൾ അങ്ങനെയാണ്. ഇനി പറയാമോ ഇടിച്ചക്ക പിന്നെ വേവിച്ചിട്ട് ഉരലിട്ട് ഇടിച്ചിട്ട് തേങ്ങയും പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇട്ട് പുരട്ടും. എന്നാൽ തിന്നാൻ നല്ല സാധനമാണ്. ചക്കക്കുരൊക്കെ പണ്ട് മുറ്റത്താണ് നന്നാക്കിയിരുന്നത്, വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നന്നാക്കില്ല. ചക്ക പുറത്തുനിന്നാണ് നന്നാക്കുക, കൂട്ടാൻ വയ്ക്കാനും ചക്കക്കുരൊക്കെ പുറത്ത് വെച്ചാൽ നന്നാക്കുക. അപ്പോൾ പിന്നെ ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇനി കോഴിമുട്ട വറക്കാം. 2 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളക് പൊടി, അതാണ് എരിവിന് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പും, ഇത്രയും ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഉള്ളി പച്ചമുളകൊന്നും അരിഞ്ഞിട്ടിട്ടല്ല. പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി പാത്രത്തിൽ അത് ഇളക്കി വെച്ചത് ചേർക്കാം. ഇത് നമ്മൾ മുട്ട ഉപ്പേരി പോലെയാണ്, അമ്മയ്ക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അതാണിപ്പോൾ ഇങ്ങനെ ആക്കിയത്, ഓംലെറ്റ് അല്ല, ഉപ്പേരി പോലെ. ഊണ് കഴിക്കുകയായി. എന്നാലും അമ്മയ്ക്ക് കറി കൊടുക്കാം. പിന്നെ കോഴിമുട്ട വറുത്തത്. അപ്പോൾ അങ്ങനെയാണ്. ഇന്നിപ്പോൾ പപ്പടം കാച്ചിയതില്ല, ഇന്ന് ഈ മസാലക്കറി കോഴിമുട്ട വറുത്തതും അത് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ഇന്ന്. കറി നല്ല കറിയാണ്, വളരെ നന്നായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.